ഡയറക്ടർ സുരേഷ് സാർ, അതുപോലെ തന്നെ മെഡിക്കൽ ഹെഡ് ചീഫ് ജോസ് ഡോക്ടർ, ആൽഫയുടെ PR വേണം, അതുപോലെ തന്നെ നമ്മുടെ റാഫി സാർ, എല്ലാവരും പേജിലേക്ക് കടന്നു വരണം. കഴിഞ്ഞെങ്കിൽ നമ്മളിവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചവരുണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഡെയിലി വരുന്നത് ഇവരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ആൽഫയിലേക്ക് ഇവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നവരാണ് ഇന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്തത്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈവരിച്ചാൽ നമ്മൾ ആൽഫയുടെ വേദി അവർ അതിഗംഭീരമായിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ്. ഒരു ഘട്ടത്തിൽ ഇവരൊക്കെ നമ്മുടെ അനുഭവങ്ങളൊക്കെ മാസ് മണിക്കൽപ്പടിയുടെ താരമായിരുന്നു. ഗംഭീരമായ പെർഫോം ചെയ്ത് പങ്കെടുക്കുന്ന വേദികളിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങിക്കിട്ടിയ മനുഷ്യനാണ്. പിന്നെ പെട്ടെന്ന് വന്ന സ്ട്രോക്കാണ്, തളർത്തിക്കളഞ്ഞു. സുരേഷ് സാർ സംസാര ശേഷി നഷ്ടപ്പെട്ടതാണ്, ചലനശേഷി നഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഒരു വീണ്ടെടുപ്പോടെ വന്നത്. ശശിയുടെ അയൽപക്കം ഞാൻ ചെന്നപ്പോൾ ശശിയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ ചെറുപ്പം തൊട്ടറിയുന്നു. വാർക്കട പണിക്കളി വാർക്കട വീണ് തളർന്നുപോയ ശശിയേട്ടനാണ് ഇത് തളരാതെ ഇവിടെ പെർഫോം ചെയ്തത്. ദൈവം. അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷേട്ടൻ ഒരുപാട് സിനിമകൾക്കായാലും അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്കായാലും ഒക്കെ അദ്ദേഹത്തിന്റെ രചനകളും തിരക്കഥകളും എഴുതിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ നമ്മുടെ റഷീദിക്ക് ഇതുപോലെ. അപ്പൊ ആൽഫയിലേക്ക് വരുമ്പോ രണ്ടാളും മൂന്നാളും പിടിച്ചു വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തടുത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽപ്പിക്കും എന്ന ആൽഫ കൊടുത്ത വാക്ക് ഇന്നിവിടെ അസാമാന്യമായ രീതിയിൽ സാധിച്ചിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട്